അലൈക്കും. ഈ ശുഭമുഹൂർത്തത്തിൽ ഒരു ധന്യജീവിതത്തിന്റെ ചിത്രം ഒരു കഥാപ്രസംഗത്തിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കഥയുടെ പേര് മക്കയുടെ മാണിക്യം. അതെ, മക്കയുടെ മാണിക്യം. വിശുദ്ധ ഇസ്ലാമിന്റെ ആവിർഭാവ കാലം കത്തിയാളുന്ന മണൽക്കാട്ടിൽ എങ്ങും നിഷ്ഠുരമായ അട്ടഹാസം, ദുർബലരായ സത്യവിശ്വാസികളുടെ ആർത്തനാദങ്ങൾ ആ മരുക്കാട്ടിന്റെ അനന്തമായ വിഹാസത്തിൽ നിരന്തരം ഉയർന്നു പോകുന്നു. അപ്പോൾ അചഞ്ചലനായി ഒരു പ്രേരണമില്ലാതെ ഒരു സുന്ദര യുവ കോമളൻ ദാറുൽ അർഖമിന്റെ കവാടം അയാൾക്ക് മുന്നേ മറക്കെ തുറക്കെ വെച്ചിരിക്കുന്നു. അയാൾ നേരെ അങ്ങോട്ട് വന്നടഞ്ഞവരർക്കമിൽ ഭവനത്തിൽ വാതിലിൻ മുന്നിൽ അപ്പോൾ വളർന്നപ്പുനബിയൊരു സഹബുകൾ അതിഥിയിൽ വരവേൽപ്പൂതേ സർവവും സന്തോഷം പൂകേ. മക്കയുടെ മാണിക്യമെന്നതിന്റെ വചനം മഹമൂദ നബി മുന്നിൽ ഉയരുന്നു സമനം. മാനത്തേക്കുയരുന്നു തക്ബീറയനം മതത്തിൽ കൂടി മിസ്അബ് ഷഹാദത്തോദേ. മക്കയുടെ മാണിക്യം മിസ്അബ് ഇബ്നു ഉമൈർ, തരുണീ മണികളുടെ സ്വപ്ന നായകൻ, അറബിയയിലെ ഏറ്റവും വലിയ ധനാഢ്യൻ, ഉമൈർ മുതലാളിയുടെ സിമന്ത്രപുത്രൻ, ഏകദേശം 18 വയസ്സ് മാത്രം വരുന്ന സുന്ദര യുവ കോമളൻ ദാറുൽ അർഖമിന്റെ കവാടം അയാൾക്ക് മുമ്പിൽ മലർക്കെ തുറക്കെ വെച്ചിരിക്കുന്നു. അയാൾ നേരെ തിരുനബിയുടെ സന്നിധിയിലേക്ക് അവിടെ വെച്ച് ആ സത്യസാക്ഷ്യവാക്ക് മൊഴിഞ്ഞു. എന്നാൽ അതൊരു പൊട്ടിത്തെറിയുടെ ആരംഭമായിരുന്നു. തീർന്നില്ല. ഓടി വന്നുടനെ ഉടച്ചാടി തച്ചുടനെ എടപൊട്ടടിപ്പെട്ട് മുഹമ്മദ് സിയറിൽ മാറിപ്പോന്നിടടാ. അടികിട്ടി കവിളത്ത് പൂട്ടിയൊലിക്കുന്നു പൂട്ടിയുട്ടറയിൽ കൈകാലു ചങ്ങലയിൽ പൈതാഹളയിൽ അവൻ പൊട്ടിക്കരഞ്ഞിട്ടു മുട്ടുജലം നൽകാനില്ല മനസ്സവളിൽ. തന്റെ പൊന്നാമന പുത്രൻ കുഞ്ഞുദൈവങ്ങളുടെ വർഗശത്രു മുഹമ്മദിന്റെ പുതിയ മതം സ്വീകരിച്ച വാർത്ത അറിഞ്ഞ മാതാവ് ഖുറൈസ ഒരു പ്രതികാര ദുർഗിയായി മാറി. പാലൂട്ടി താരത്താറ്റി വളർത്തിയ ആ മാതാവിന്റെ കരങ്ങളിതാ ആ മകന്റെ പൂവും കവിളിത ആൾ പതിക്കുന്നു. തീർന്നില്ല. ആറ്റുനോറ്റു പോറ്റിയതൻ ഒപ്പയും ക്രോധിച്ചു അടച്ചു പൂട്ടിയിട്ട മോനിൽ പ്രഹരമേൽപ്പിച്ചു. ആദ്യാൽ ക്ഷയിച്ച മോന്റെ വസ്ത്രവും മായിച്ചു. ആർത്തിയോടെ ചാട്ടവാറ വീണ്ടുമേ നോവിച്ചു. സ്വന്തം പിതാവ് ഉമേർ ഒരു കരിമ്പുലിയെ പോലെ തന്റെ മകന്റെ മേലിത ചാടി വീഴുന്നു. തുടർന്ന് കൈകാലുകൾക്ക് ചെങ്ങലയിട്ട് തുടർന്ന് ഒരു ഇരുട്ടുമുറിയിലിട്ട് പൂട്ടി ഒരു തുള്ളി ദാഹജലം പോലും ആ ക്രൂരമനസ്കരായ മാതാപിതാക്കൾ ആ മകന് കൊടുക്കാൻ സന്നദ്ധരായില്ല. പ്രിയരെ, ചരിത്രം ആദ്യം ദർശിച്ച ക്രൂരമായ വീട്ടുതടങ്കം പിറന്ന വളർന്ന വീട് നരകമായി മാറുന്നു. ഒപ്പം നമ്മുടെ കഥാനായകൻ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിന്റെ ആളി കത്തുന്നു. തന്നുടെ കഥനത്തിൽ അറുതിക്ക മിസ്അബ് തകലിൽ നിന്നിത തേടുന്നു. തരണമിനാദാമോചനമിവിടുന്ന് കടലിന് വേണ്ടി കേടുന്നു. അടിയടെ എന്തടിയിൽ പതിവായി അലിപതരാജൻ മനമായി അഖില പുരാണേ കരുണയായി അലരറ്റൊരു തുണയേകി. വേദനിക്കുന്ന മനസ്സിന്റെ തേങ്ങൽ എന്നും കേൾക്കുന്ന നമ്മുടെ നാഥൻ നമ്മുടെ കഥാനായകന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. അഥവാ മദീനക്കാർ ചിലർ ഇസ്ലാം സ്വീകരിച്ചു. ഒപ്പം നമ്മുടെ കഥാനായകൻ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വീട്ടു തടങ്കത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അദ്ദേഹം മദീനയിലേക്ക് യാത്രയായി പുതുവിശ്വാസികൾക്ക് ഇസ്ലാമിന്റെ നിറമണമുള്ള പുതിയ അധ്യായങ്ങൾ പകർന്നു കൊടുക്കാൻ. അങ്ങനെ ഇസ്ലാമിന്റെ നിലനിലമുള്ള മദീനയിലേക്ക് അന്ത്യനബിയും സ്വഹാബത്തും കടന്നു വന്നു. അങ്ങനെ ഇസ്ലാമിന്റെ വിളനിലമായി മാറി. സ്വഹാബത്തും എന്നും തിരുമതം വളരുന്നു. എന്നാൽ ഖുറൈശികൾ അഹന്തയും അസൂയയും എത്തിയവർ തിരിയുന്നു. സ്വന്തം നാടുകൾ വിട്ട് ദൂരെയകന്നിട്ടും സ്വയം ഖുറൈശികൾ അതിർക്കുന്നു. എന്നാൽ അവർക്ക് അതിർപട പൊരുതുവാൻ നബി കമ്പർ കൊടുക്കുന്നു. ഇസ്ലാമിന്റെ വളർച്ചയെ വിളറിക്കൊണ്ട് സത്യപ്രസ്ഥാനത്തെ ഈ പൂമുഖത്തിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള ആവശ്യ സന്നാഹങ്ങളുമായി പുറപ്പെട്ടു കഴിഞ്ഞു. സകലതിനെയും കടിച്ചു കീറി മുന്നോട്ട് കൊതിക്കുന്ന വിഷപ്പട്ടി
കുട്ടികളെ പിടിച്ചു കെട്ടാതിരുന്നാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അന്ത്യനബിയും സഹാബത്തുൽ കിറാമയും ഖുറൈശികളുടെ അഹങ്കാരത്തിന്റെ മുനയൊടിക്കാൻ തന്നെ അവർ തീർച്ചപ്പെടുത്തി. അങ്ങനെ അവർ മദീനയിലേക്ക് പുറപ്പെട്ടു. വളർകൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ട അഭിയത് വർണ്ണമതാ പിണ്ടണ്ടും അസുവതുമാമേ സബദ കുടൈ പോൾ പൊങ്കും തിരുകരമാലുണ്ടാമ തതിനബീതൻ തോൾ മിസ്അബിലേതാൻ അവരത് തനി പിടി ചെയ്താൽ മുമ്പില നിരയാകെ. ആ ധർമ്മയുദ്ധത്തിലുള്ള പുറപ്പാട്, മുന്നിലുള്ള നായകത്വം നമ്മുടെ കഥാനായകന് തന്നെ അവസരമുണ്ടായി. ബദറിന്റെ വിധിമാറി ശിർക്കിന്റെ കാറ്റടിച്ചു, അഹങ്കാരം മുട്ടുകൊത്തി, ഉത്ബത്ത്, അബൂ ജഹൽ, ശൈബത്ത് എന്നീ കുലമ്പന്മാർ വെട്ടേറ്റ് വീണു. അങ്ങനെ ഖുറൈശികൾ 3000-ഓളം വരുന്ന ഖുറൈശികളുടെ സംഘം മദീനയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. സ്വഹാബത്തിനൊരുക്കുന്നു തിരുകര കൊടിയേകി ശൂരനാമിസ്അബിൻ ഉരത്തിടുന്നേ പദല്ലേ പദകനി പിടി നട അടി നേരെ ചിതരണ ഖുറൈശികൾ ചെറിന്റെ പടയണി ചിതറിടണം. റസൂൽ കരീം സഹാബത്തിനെ പടക്കളത്തിലേക്ക് ഇറക്കി. ഉഹുദിന്റെ തായ്വരയിൽ ഘോര യുദ്ധം. ഓർക്കാപ്പുറത്തിൽ മുസ്ലിങ്ങളെ ആക്രമിക്കപ്പെടുന്നു. പതാക പിടിച്ച മിസാബിന്റെ വലത് കയ്യിലിതാ ആഞ്ഞു വെട്ടുന്നു. രക്തം ചിന്നിത്തിരച്ചു. ഉടനെ ഇതാ മിസാബിന്റെ ഇടത് കൈയിലേക്ക് പതാക പിടിച്ചു, മിസാബിന്റെ ഇടത് കൈയിലേക്ക് വെട്ടേച്ചു. അങ്ങനെ രക്തം ചിന്നിത്തിരച്ചു. അങ്ങനെ അന്ത്യനബി ഏൽപ്പിച്ച ഇസ്ലാമിന്റെ പതാക താഴെ വീണ് പോകാതിരിക്കാൻ വേണ്ടി തന്റെ ഒടിഞ്ഞു തൂങ്ങിയ 2 കൈകളും ഉപയോഗിച്ച് തന്റെ മാറിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ബദറിന്റെ കളത്തിൽ അവർ ഉറച്ചു നിന്നു. തീർന്നില്ല. ചേരി വരുന്നുണ്ടമ്പുകൾ നേരെ മാറു പിളർത്തി വഴിയവ കേറി ധീരൻ മിസ്അബശോണിത പുഴയിൽ തകർന്നിത വീഴുന്നേ മാറി പതാക പൊതിഞ്ഞ പൂമേനിയതാ ചലനം നിൽക്കുന്നേ ചലനം നിൽക്കുന്നേ ചലനം നിൽക്കുന്നേ. ഒരു കൊടുങ്കാറ്റ് തീർന്ന പോലെ പടക്കളം ശാന്തമായി. 20-ഓളം വരുന്ന സഹാബത്തുൽ കിറാമ അല്ലാഹുവിന്റെ മാർഗത്തിൽ ദേഹവും സമർപ്പിച്ചു. ഇസ്ഹബിന് ഉമൈർ റളിയല്ലാഹുവിനെ ആകെ ഉണ്ടായിരുന്നത് ഒരു പരിക്കൻ അരയെടുപ്പ് മാത്രമായിരുന്നു. ആ അരയെടുപ്പ് കൊണ്ട് തൻ്റെ മുഖം മറക്കാനും ബാക്കിയുള്ള ഭാഗം ഒരു തരം പുല്ല് കൊണ്ട് വെച്ച് കെട്ടാനും പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ 6 അടി മണ്ണിലേക്ക് ഇറക്കി. അങ്ങനെ സ്വഹാബത്തുൽ കിറാമയുടെ മുന്നിൽ ആ പഴയ ചിത്രം മിന്നി മറിഞ്ഞു. സൗരഭ്യം പരത്തിയ ഉമേർ മുതലാളിയുടെ സിമന്ത്രപുത്രൻ മക്ക തെരുവിലൂടെ ആഡംബര ജീവിതത്തിൽ ആറാടി നീങ്ങിയ ചിത്രം. സഹോദരങ്ങളെ, വിശുദ്ധ ദീനിന്റെ ഐഹിക സുഖ സൗകര്യങ്ങളെ പുറംകാൽ കൊണ്ട് തട്ടിമാറ്റിയ ആ ത്യാഗമഹാസേകരുടെ സാഗരം നിങ്ങൾക്കൊരു പാഠമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ കഥാപ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.